ഇപ്പത്തെ ഓളായിട്ട് റിലേഷൻ ആദ്യമേ ഇവനക്ക് ഉണ്ടായത് ഫസ്റ്റില് ഇപ്പൊ മേക്കുന്നതിന് മുന്നേ ഉള്ള റിലേഷൻ ആണിതല്ലോ. അറിയാം എനിക്ക്. ഒക്കെ ഉണ്ടായത്. ഓൻ എന്നോട് എല്ലാം പറഞ്ഞാണ്. ഓനിപ്പോ വലിയ നല്ലവനായിട്ട് കമ്മ്യൂണിറ്റി ഒക്കെ നിൽക്കുന്നു. പിന്നെ ഓനല്ല പറയുന്നില്ല. ഓൻ എന്തെല്ലാം റിഫാനെ പറ്റിട്ട് എന്നോട് പറഞ്ഞെന്നറിയാം. റിഫ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് ഓൻ തന്നെ എന്നോട് പറഞ്ഞു ഓനക്ക് വേറെ റിലേഷൻ അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം പറ്റിയത്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മെഹനാസിനെ കുറിച്ച് മാത്രമാണ്. മുൻ ദിവസങ്ങളിൽ മെഹനാസ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻപ് സംഭവിച്ചത് എന്താണ് എന്ന് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പ്രത്യേകിച്ച് റിഫ മെഹനുവിൻ്റെ വിഷയത്തിൽ റിഫ മെഹനുവിനെ ഒരു ആത്മഹത്യ പ്രേരണയിലേക്ക് കൊണ്ടുപോയതെല്ലാം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിഫ മെഹനുവിൻ്റെ വിഷയത്തിൽ റിഫ മെഹനു മരണമടഞ്ഞതിന് ശേഷം കൂടെ നിൽക്കേണ്ട ആ മരണത്തിന് ആ ആത്മഹത്യയുമായി ബന്ധപ്പെടുമ്പോൾ മെഹനാസ് പെട്ടെന്നൊരു നിമിഷം തിരിഞ്ഞ് ബാക്കിലോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന പച്ചയായ സത്യം തന്നെയാണ്. റിഫ മെഹനു മരിച്ചിട്ട് 2 വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇതൊരു ചർച്ചാ വിഷയമാവുന്നത് എന്തുകൊണ്ടെന്നറിയുമോ? റിഫ മെഹനുവിൻ്റെ മരണത്തിന് ശേഷം സഫ മെഹനുവിനെ കല്യാണം കഴിച്ചതോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതോ ഒന്നും അല്ല ഇവിടെ വിഷയം. ഈ സഫയെ വെച്ചുകൊണ്ട് വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെഹനാസ് ഞാനൊന്നും ചെയ്തിട്ടില്ലേ എന്ന് കാണിച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വെള്ള പൂശൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഹനാസിൻ്റെ നിരപരാധിത്വം സഫയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതും എന്ത് നിരപരാധിത്വം? സഫയെ കൊണ്ട് എങ്ങനെയൊക്കെ മെഹനാസിനെ നിഷ്കളങ്കനാക്കി മാറ്റാൻ പറ്റുമോ അതെല്ലാം നാടകങ്ങളും മെഹനാസ് സഫയെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ മെഹനാസിന് വീണ്ടും ചർച്ചയിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രധാന കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ആദ്യത്തിലൊക്കെ ഈ സഫ മെഹനു മാസ്ക് ധരിച്ചായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ മാസ്ക് എല്ലാം ഒഴിവാക്കി. പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാസ്ക് വെച്ച് വീഡിയോ ചെയ്യുന്നതാണ് ഏറ്റവും അനുകൂലമായ കാര്യം. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന സൈബർ അറ്റാക്ക് എത്രയെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ്. അവളെ കൊണ്ട് പലതും മെഹനാസ് ചെയ്ത് കൂട്ടുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ മെഹനാസും അതേപോലെ സഫയും ഒക്കെ ഒന്നിച്ചിട്ട്. ആ റീലൊന്നും നമുക്ക് കാണാം. ഇന്ന് ഈ പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തുന്നു. ഒരു പക്ഷേ എൻഗേജ്മെൻറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതായിരിക്കാം. മുൻപും റിഫ മെഹനു എന്ന് പറയുന്ന റിഫയും ഇതുപോലെ തന്നെയായിരുന്നു മെഹനാസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാവർക്കും അറിയുന്ന പച്ചയായ കാര്യം തന്നെയാണ്. മുമ്പ് റിഫ കുടുങ്ങിയതുപോലെ തന്നെ ഈ പെൺകുട്ടിയും കുടുങ്ങി എന്ന് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയാം. കാരണം അത്തരത്തിലാണ് ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഈ പെൺകുട്ടി മെഹനാസിനെ വെള്ള പൂശിക്കൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രം. മെഹനാസ് ഞാനൊന്നും ചെയ്തിട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വെള്ളപൂശലുണ്ടല്ലോ ഈ സഫയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളായിരിക്കും കൊണ്ടെത്തിക്കുക. കുറച്ച് ദിവസം മുന്നേ ഇറ്റ്സ് മീ കൈസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇറ്റ്സ് മീ കൈസുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള മെഹനാസിനെ കുറിച്ച് പറയുന്ന അവൻ്റെ സുഹൃത്ത് അവനെക്കുറിച്ച് പറയുന്ന ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് കേട്ടോക്കാം. എന്റെ ഫ്രണ്ടായിരുന്നു അറിയാം. അപ്പൊ അങ്ങനത്തെ ഇവൻ ഇപ്പൊ വലിയ ന്യായീകരിച്ച് ഇവൻ അവളോടെ വന്നിട്ട് വലിയ വീഡിയോയിൽ ഇടുന്നുണ്ടല്ലോ. സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയാലോ എന്ത് സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? അത്ര വലിയ ന്യായീകരണം അവൻ കൊടുക്കേണ്ട കാര്യമില്ല. അവൻ ഒരു നാറിയാണ്. ഇത്ര ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പത്തെ ഓളായിട്ട് റിലേഷൻ ആദ്യമേ ഇവനക്ക് ഉണ്ടായത് ഫസ്റ്റില് ഇപ്പൊ മേക്കുന്നതിന് മുന്നേ ഉള്ള റിലേഷൻ ആണിതല്ലോ. അറിയാം എനിക്ക്. ഒക്കെ ഉണ്ടായത്. ഓൻ എന്നോട് എല്ലാം പറഞ്ഞത്. എന്റെ ഇടയിൽ പക്ഷെ തെളിവുകളൊന്നും വന്നിട്ട് അങ്ങനെയല്ല. ഓനെ ഞാൻ വീഡിയോ കോൾ ആക്കുന്ന 2 ഫോട്ടോ മാത്രമേ ഞാൻ അയച്ചിട്ടുണ്ട്. ബാക്കി ഒന്നും എന്റെ കിട്ടിയിട്ട് അത് രാത്രി എത്ര മണിക്കാണ് 11-12 എന്നെ വിളിച്ചത്. അന്നേരം ഈ ഒരു ടോക്ക് പറഞ്ഞപ്പോ റെക്കോർഡൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ഇതാക്കി വെച്ചു.
മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത്. പിന്നെ ഓന് സംസാരിക്കുമ്പോ പറഞ്ഞാൽ ഇൻസ്റ്റയിൽ വന്നിട്ട് മറ്റേ നമ്മളെ വാനിഷ് മോഡ് ഇട്ടിട്ട് വർത്താനം പറയുമ്പോ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ല ഓനാണ്. ഓനിപ്പോ വലിയ നല്ലോനായിട്ട് ക്യാബിനറ്റ് തന്നെ നിൽക്കുന്നു. പിന്നെ ഓനല്ല പറയുന്നില്ല. ഓൻ എന്തായാലും റിഫാനെ പറ്റി എന്നോട് പറഞ്ഞെന്നറിയാം. റിഫ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളാ ഒരു ചെങ്ങായി ഉണ്ടല്ലോ വീഡിയോ ഈ അത് തന്നെ ഓനും പിന്നെ റിഫാന്റെ ഉമ്മ പിന്നെ റിഫാലായിട്ട് ഭയങ്കര വേറെന്തോ ഇല്ലാത്ത റിലേഷനുകളുണ്ട് എന്നോട് പറഞ്ഞു. അവർക്ക് അതിനാണ് ഓൻ ഇത്രപ്പെട്ട് സപ്പോർട്ട് പിടിച്ചിട്ട് നിൽക്കുന്നത്. അതെന്തെല്ലാം കഥ ഒളിമ്പിച്ചെന്നറിയോ. എന്നിട്ട് ഇപ്പൊ നല്ലവനായിട്ട് വരുന്നു. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തെച്ചു പോലത്തെ കയറി വരുന്നത് പറയുന്നുണ്ടെങ്കിൽ കള്ളം പറയാൻ കാര്യമില്ലല്ലോ എനിക്കിങ്ങനെ. എന്നിട്ട് ഓൻ തന്നെ എന്നോട് പറഞ്ഞു ഓനക്ക് വേറെ റിലേഷൻ അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ പ്രശ്നം പറ്റിയതാവും എല്ലാം ഓൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓനക്ക് എന്തോ ഇഷ്യൂ ആയിട്ട് പിന്നെ റിഫാന്റെ പേരിൽ എന്തോ ഒരു പ്രശ്നമായി. അങ്ങനെയാണ് ഇതായിട്ട് കൊണ്ട് വയ്ക്കുന്നതെന്നോ പറഞ്ഞത്. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല കഥ എന്താണ്. പിന്നെ വേറെ ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റിലെ ഒരു പെണ്ണിനെ ഇറക്കിയിട്ടുണ്ടായില്ലേ ആദ്യം. അവള് ഇവിടെ ഉള്ള തന്നെ എറണാകുളം എന്നുള്ളത്. അവള് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഇവര് കളിച്ച പ്ലാൻ എന്ന് പറഞ്ഞാല് 2 ദിവസം മുന്നേ ഇവന്റെ ഫ്രണ്ടായിട്ട് ഞാൻ അത്രയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാല് ഇവള് ഇപ്പൊ മാസ്ക് ഇടിച്ച് കാണിച്ചിട്ട് ഇപ്പൊ റിവീൽ ചെയ്യില്ല. അപ്പൊ ഒരു ഇഷ്യൂ പൊട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് വെയിറ്റ് ആക്കുന്നത്. കാരണം ഒന്നും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കളിച്ചത്. അപ്പൊ എല്ലാരും ചർച്ച ആക്കി കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ട് ഓരോ ഫേസ് റിവീൽ ആക്കാൻ വേണ്ടിയിട്ടാണ് കളിച്ചത്. മനസ്സിലായത്. ഇപ്പൊ ഇന്ന് റിവീൽ ആക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി കുറച്ചേരം മുന്നെയാണ് ഓനെ ഒരു വീഡിയോ ഇട്ടത്. ഓളെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഓൻ ഈ എറണാകുളം വന്ന സമയത്ത് ഇവളെ കാണുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായി. ഞാൻ വീട് ഉണ്ട് മീറ്റാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടറിയോ. അന്നേരം എന്നെ വിളിച്ചിട്ടുണ്ടായി. അതെന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ ചെയ്യില്ല, ഞാൻ പിറ്റേ ദിവസം ഇറങ്ങുന്നുള്ളൂ ലുലു എടപ്പള്ളിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. ഓൻ ഇവിടെ ഇടയ്ക്ക് വരുന്നത് ഈ പെണ്ണെ കാണാൻ പറ്റാം. ഞാൻ അറിഞ്ഞ സംഭവം എന്ന് വെച്ചാൽ എന്താ, ഡിസംബർ മുന്നേ ഒക്ടോബറിലാണ് ഇവനായിട്ട് ഞാൻ കോണ്ടാക്ട് ആക്കിയത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മനസ്സിലായോ. ഓന്റെ ഫാമിലിയൊക്കെ എല്ലാരും പോക്ക് തന്നെ അറിയാൻ പറ്റി. എല്ലാരും പോക്ക് തന്നെ ഒട്ടും നല്ലതല്ല എല്ലാരും അറിഞ്ഞ വർത്താനം കേട്ടെങ്കിൽ. ഓനിക്ക് ശരിക്കും പറഞ്ഞാണ്ടല്ലോ റിഫാൻ അങ്ങനെ അത്ര ഇഷ്ടമുള്ള വ്യക്തമുണ്ടല്ലോ. ഒരു പെണ്ണെ കാണുമ്പോൾ മറ്റേ ഇതിലുള്ള ചിന്തയൊന്നും വരുന്നില്ല അറിയോ. അവൻ എന്നോട് പറഞ്ഞത് അങ്ങനത്തെ വർത്താനോ. അന്ന് ഞങ്ങൾ നിർത്തിയതാണ് റിലേഷൻ. പിന്നെ മുണ്ടലൊന്നുമില്ല. പിന്നെ മര്യാദക്കാർക്ക് വിളിക്കുമ്പോ ഓക്കെ പിന്നെന്താ അത്രയും പറയുള്ളൂ. ഇക്ക വലിയ സത്യവാനായിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഇവന് കുറെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. ഇവന് ഇടയ്ക്കിടയ്ക്ക് എവിടെയെല്ലാം പോയിട്ട് സ്റ്റേ ആക്കുന്നുണ്ട്. ഫുള്ള് ഗേൾസിന്റെ അടുത്ത്. എന്തറിയോ കാരണം പറയാന്ന് വെച്ചാല് ഞാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് കുറെ കോൾ വരും. ഇപ്പൊ ഇവൻ എന്താ വെച്ചാൽ ഇപ്പൊ പൊട്ട കളിച്ചിരിക്കും പറഞ്ഞാല് ഇവൻ ഈ വിളിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കോൺഫിഡൻസ് ഇടും. മനസ്സിലായ. ഞാൻ എത്ര എണ്ണം കേട്ടിട്ടുള്ളത് ഒറ്റയുണ്ട് ഏതോ ഒരു പെണ്ണ് ഇടയ്ക്ക് വിളിക്കും. നീ ആടെ മെയിനുള്ളത്, നമുക്ക് റൂം എടുക്കണ്ടേ സെറ്റ് ആക്കണ്ടേ. എന്നോട് പറയും കണ്ട എന്റെ ഫാൻസ് ആണ് അങ്ങനെയാണ് പിന്നെ എന്തിന് മറ്റേ പരിപാടിക്ക്. മനസ്സിലായ. അതിന് എത്ര വേണോ എനിക്ക് എത്ര വേണോ. എന്നിട്ട് പുറമെ എന്നിട്ട് എല്ലാം ഹൈഡാക്കിട്ട് വിളിക്കുന്നു. ഒരു വേറെ ഉണ്ടായിരുന്നു ആലുവ തന്നെയുള്ള എത്തി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടികളെന്ന് പറഞ്ഞത്. ശരി ഇവളാണോന്ന് എനിക്കറിയില്ല. വേറിട്ട് അവളായിട്ട് ഇതുപോലെ റിലേഷനായിട്ട് ഇവിടെ എറണാകുളത്തെ എടപ്പള്ളി അല്ല ടവർ എവിടെയോ റൂം എടുത്ത് സ്റ്റേ ആക്കിയിട്ട് നിന്നിട്ടുണ്ടായി. പിന്നെ ഓൾ ഇടക്കെന്തോ മൈൻഡൊക്കെ മാറി ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞു പോയി. കേസും കൂട്ടല്ല ഇപ്പൊ വേണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് പോയി. എന്നിട്ട് പിന്നെയാണ് ഈ ഓളായിട്ട് എപ്പോ റിലേഷൻ തുടങ്ങി എനിക്കറിയില്ല. ഇവളായിട്ട് ഇവിടെ ഇടയ്ക്ക് എത്തും പൂക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നോട് പറയാൻ എറണാകുളത്തിന്റെ മീറ്റാക്കാം ഇങ്ങനെ വിളിച്ചോളൂ. താങ്കി പോക്കാന്ന് മനസ്സിലായോ. ഇപ്പൊ എന്താ പെണ്ണിന് അറിയില്ല ശരിക്കും പറഞ്ഞ ഇവൻ എന്താ സംഭവം. മനസ്സിലായോ. അങ്ങനത്തെ മെഹനാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ഥിരം പല്ലവിയാണ്. ഇത്രയൊക്കെ ചങ്കായിട്ടുള്ള ഇട്ടുണ്ടായിരുന്നു ഈ മെഹനാസിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഈ സുഹൃത്ത് തന്നെ നമുക്ക് നേരിട്ട് പറഞ്ഞു തരുമ്പോൾ നമ്മൾ വിചാരിച്ചു നോക്കൂ. എന്ത് തന്നെ ആയാലും ആ പെൺകുട്ടി ഒരു പാവം പെൺകുട്ടിയാണ്. പെൺകുട്ടി വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ റിഫയ്ക്ക് സംഭവിച്ച അതുതന്നെ സംഭവിക്കാതിരിക്കട്ടെ. അവർക്കും അറിയായിരിക്കും റിഫ എന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഓക്കെ, പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം.